ഹലോ, ബാക്കിയൊന്ന് ചോറും കൊണ്ട് തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, സവാള എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനോടൊപ്പം സവാളയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു മുട്ട അടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.